ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അധികം ചിലവൊന്നുമില്ല, കുറഞ്ഞ ചിലവ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ എടുക്കണതെന്ന് കണ്ടു നോക്കട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ, വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുതേ. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. അപ്പോൾ അതുപോലെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അധികം കനം വേണ്ട, എന്നാൽ നല്ല കനം കുറച്ചിട്ടും ആവണ്ട കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനത് 2 ഉരുളക്കിഴങ്ങും മുറിച്ചെടുക്കുന്നത്. അപ്പം മുറിച്ചെടുത്തത് നമുക്കിതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണല്ലോ. അപ്പോൾ കുറച്ച് മുരിങ്ങയില കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുരുമുളക് പൊടിയാണ്, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നമ്മളതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 3 സ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം എല്ലാതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഇതുപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ഇവിടെ നിന്ന് വെക്കണം. എന്നിട്ടാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണത്. അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എണ്ണയൊക്കെ ചൂടാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് കുഴച്ച് വെച്ചിട്ട്. ഇനി നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട, അതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇതിക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ നല്ല ഒരു കറുമുറ എന്ന് പറയും, അതുപോലെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതുപോലെ പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് കൊടുത്താൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. അത് കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.